കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. നിർമ്മാല്യ ദർശനം കഴിഞ്ഞു, മലർ നിവേദ്യം കഴിഞ്ഞു. ഏകദേശം 2:45 നിർമ്മാല്യ ദർശനത്തിനായിട്ട് മേൽശാന്തി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. വാതിൽ തുറന്നു, നാമജപമൊക്കെ കഴിഞ്ഞ് കറക്റ്റ് 3 മണിക്ക് ശ്രീകോവിൽ നട തുറന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഏകദേശം 3:35 മലർ നിവേദ്യത്തിനായിട്ട് നട അടച്ചു. 3:40 മലർ നിവേദ്യം കഴിഞ്ഞ് 4 മണി കഴിഞ്ഞ് 4:05 നട തുറന്നു. പിന്നീട് ഉഷനിവേദ്യത്തിനായിട്ട് ഏകദേശം 4:30 നട വീണ്ടും അടച്ചു. അങ്ങനെ 4:55 നട തുറന്നു. ഉഷനിവേദ്യം കഴിഞ്ഞു. വളരെ തിരക്ക് കുറവുള്ള ദിവസമാണ്. വളരെ തിരക്ക് കുറവ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇന്നിപ്പോൾ അയ്യപ്പന് ബിംബശുദ്ധിയാണ്. അത് അത്രയ്ക്ക് ദർശനത്തെ ബാധിക്കില്ല. കാരണം ഗുരുവായൂരപ്പന് ഇന്നലെ ബിംബശുദ്ധി ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഉദയാസ്തമന പൂജയും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇന്നലെ തിരക്ക് കൂടിയത്. ഇന്ന് തിരക്ക് ഇല്ല, വളരെ കുറവാണ്. വേദപാരായണം തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ ഗണപതി ഹോമം തുടങ്ങും. ഗണപതി ഹോമത്തിനായിട്ട് ഏകദേശം ഒരു 5:50 നട അടയ്ക്കും. ഇപ്പോൾ ബാക്കിയുള്ള വേദപാരായണത്തിൻ്റെ സമയമാണ്. ദർശനം ഉണ്ട്. തീരെ തിരക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചൊവ്വാഴ്ചയാണ്, വളരെ തിരക്ക് കുറഞ്ഞ ദിവസമാണ്. ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എത്താൻ ശ്രമിക്കുക. ഉച്ചതിരിഞ്ഞാലായാലും ഉച്ചയ്ക്ക് ശേഷമായാലും കുറവാണ്. 1:30 നട അടയ്ക്കും. ഇന്ന് കല്യാണങ്ങളും ഒക്കെ കുറവാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും കല്യാണങ്ങളുടെ തിരക്ക് തന്നെയായിരുന്നു. മിനിഞ്ഞാന്ന് 5 മണ്ഡപത്തിൽ കല്യാണം ഉണ്ടായി. ഇന്നലെ 2 മണ്ഡപത്തിൽ കല്യാണം ഉണ്ടായി. ഇന്നിപ്പോൾ കല്യാണമൊന്നുമില്ല. സാധാരണഗതിയിൽ ചൊവ്വാഴ്ച ഉണ്ടാവില്ല. പിന്നെ വളരെ ചുരുക്കം മാത്രമാണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് വരുന്ന ഭക്തന്മാർക്കൊക്കെ ദർശനം വളരെ സുഗമമായിട്ട് കിട്ടും. ചൊവ്വാഴ്ചകളിൽ വരാൻ ശ്രമിക്കുക. അതും ഉച്ചരിഞ്ഞ സമയത്താണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ നിർമ്മാല്യ ദർശനവും മലർ നിവേദ്യവും ഉഷപൂജയും കൂടി കിട്ടിയ പ്രതീതി ഉണ്ടാവട്ടെ. വളരെ സന്തോഷകരമായ ആ ഒരു അന്തരീക്ഷം എല്ലാവരിലേക്കും എത്തട്ടെ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നിർമ്മാല്യത്തിന് ഭഗവാൻ തലേദിവസത്തെ അലങ്കാരങ്ങളൊക്കെ ആയിട്ട്, കളഭാലങ്കാരങ്ങളൊക്കെ ആയിട്ടായിരുന്നു ദർശനം ഉണ്ടായിരുന്നത്. ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ആ അലങ്കാരങ്ങളൊക്കെ ഓരോന്നായിട്ട് ഏകദേശം 3:05 മാലകളൊക്കെ മാറ്റി. കളഭങ്ങളൊരു 3:10 ഉള്ളിൽ കളഭങ്ങൾ മാറ്റി. അതിനുശേഷം വാകച്ചാർത്ത് നടത്തി വാക പൊടി വിതറിയിട്ട് ബ്രഷ് കൊണ്ട് ഇഞ്ചിപ്പുല്ലും ഒക്കെ ആയിട്ടുള്ള ആ ഇഞ്ചി ഇതുകൊണ്ടാണ് അതെല്ലാം എടുക്കുക. അങ്ങനെ അതിനുശേഷം ആ മലർ നിവേദ്യം, ശംഖാഭിഷേകവും അതേമാതിരി കുംഭാഭിഷേകവും എല്ലാം കഴിഞ്ഞിട്ടാണ് മലർ നിവേദ്യം ഉണ്ടായത്. അതിനുശേഷമാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഉഷപൂജയ്ക്ക് അടച്ചത്. ഉഷപൂജ സമയത്ത്, അഭിഷേക സമയത്ത് വിശ്വരൂപത്തിലാണ് ഭഗവാൻ ഉണ്ടാവുക. അപ്പോൾ കാഴ്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാവും. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. കാരണം പലരും പറയുന്നത് കേട്ടു, ഞാനും കണ്ടില്ല എന്ന്. കാരണം അങ്ങനെ ഉള്ളൊരവസ്ഥയാണ്. അലങ്കാരം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അത് കാണാൻ പറ്റുള്ളൂ മുഴുവനായിട്ടും. ഇതല്ലെങ്കിൽ കറുത്ത പാതാളാഞ്ജന ശിലയാണല്ലോ. അപ്പോൾ അതിൽ
നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതിനുശേഷം ഉഷപൂജ കഴിഞ്ഞ് ഇപ്പോൾ അലങ്കാരം ബാലഗോപാലനായിട്ടാണ്, ഒരു ചെറിയ ഉണ്ണിയായിട്ടാണ് നിൽക്കുന്നത്. ആ മഞ്ഞ പട്ടൊക്കെ ഞൊറിഞ്ഞ് ചാർത്തിയിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രീലകത്ത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് സുഖദർശനമാണ്. ചൊവ്വാഴ്ചയും കൂടി ആയതുകൊണ്ട് വളരെ തിരക്ക് കുറഞ്ഞ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.